ഏകമന്റെ കർത്താവായ യേശു ക്രിസ്തു നാമത്തിൽ എല്ലാ വിശുദ്ധന്മാർക്കും സ്നേഹവന്ദനം. കർത്താവിൻ്റെ കൃപയാൽ കർത്താവ് നമുക്ക് ഒരു ദിവസം കൂടെ തന്നു. ഇന്നലെ ക്രിസ്മസ് ഡേ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും ലോകത്തെല്ലായിടത്തും ജനങ്ങളെല്ലാം ക്രിസ്മസ് ആഘോഷിക്കുകയായിരുന്നു എന്ന് നിങ്ങൾക്കും അറിയാം. നിങ്ങൾ ആഘോഷിച്ചോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, എങ്ങനെ ആഘോഷിച്ചു എന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ഞാനൊരു കാര്യം ഞാൻ പറയാം, അനേകരും ആഘോഷിച്ചപ്പോൾ അവരുടെ കൂടെ ക്രിസ്തു ഇല്ലായിരുന്നു. ക്രിസ്തു ഇല്ലാത്തൊരു ക്രിസ്മസ് ആയിട്ട് പലരും ആഘോഷിച്ചു. എത്ര ദുഃഖകരമാണ്. ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പോലും അറിയത്തില്ലാതെ ഒരു മതാചാരം പോലെയൊക്കെ ചെയ്ത അനേകരുണ്ടാവാം. യഥാർത്ഥത്തിൽ ക്രിസ്തു നമ്മളിൽ ജനിച്ചോ അല്ലെങ്കിൽ നമ്മൾ വീണ്ടും ജനിച്ചോ? വീണ്ടും ജനിച്ച ഒരു വ്യക്തി എന്നും ക്രിസ്മസ് ആഘോഷിക്കുന്ന വ്യക്തിയാണ്. കാരണം അവൻ ക്രിസ്തുവിനോട് കൂടെയാണ്. അപ്പോൾ വലിയവനായ ദൈവം, നമ്മൾ ചിന്തിക്കണം, വലിയവനായ ദൈവം. ഞാൻ ഇങ്ങനെ ഒരു കഥ കേട്ടിട്ടുണ്ട്. ഒരിക്കൽ ഒരു വലിയ കുടുംബം, അവര് കുഞ്ഞുകുട്ടിയുടെ ഒരു പിറന്നാൾ ആഘോഷിക്കുക. ഹോട്ടലിലാണ്, വളരെ ആർഭാടമായിട്ട് ആഘോഷിക്കുകയാണ്. ആൾക്കാരെല്ലാവരും വന്ന് നല്ലതുപോലെ ആഘോഷ തിമിർത്തിലായിരിക്കുമ്പോൾ ഒരു വ്യക്തി ചോദിച്ചു, നമ്മൾ ആഘോഷിക്കുന്ന ആ കുഞ്ഞെവിടെ? അതേ, ആ കുഞ്ഞ് വീട്ടിലാണ്. കാരണം ആ കുഞ്ഞിവിടെ ഉണ്ടെങ്കിൽ നമുക്ക് അതെല്ലാം ശല്യമാവും. കേട്ടോ, പറഞ്ഞോട്ടോ, കുഞ്ഞിവിടെ ഉണ്ടെങ്കിൽ ശല്യമാവുന്നു. എന്ന് പറഞ്ഞാൽ ക്രിസ്തു നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ക്രിസ്മസ് ആഘോഷിക്കാൻ പറ്റിയെന്ന് ഈ ലോകപ്രകാരമുള്ള കാര്യം കേട്ടോ. നമ്മൾ ചിന്തിക്കണം പ്രിയമുള്ളവരെ, നമ്മൾ യഥാർത്ഥത്തിലുള്ള ക്രിസ്മസ് എന്നാണെന്ന് മനസ്സിലാക്കിയാണോ ഈ ജനം ആഘോഷിക്കുന്നത്? ഏതായാലും ഒരു കാര്യം ഞാൻ പറയാം, ഇങ്ങനെയുള്ള ദിനങ്ങൾ യഥാർത്ഥത്തിൽ 25 ഡിസംബറുമായിട്ട് ക്രിസ്മസുമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്ന് ബൈബിൾ പറയുന്നു. കാരണം ബൈബിളിൽ കർത്താവിന്റെ ജന്മദിനം പറഞ്ഞിട്ടില്ല. കാരണം അത് ദൈവം മറച്ചു വെച്ചിരിക്കുന്ന കാര്യമാണെങ്കിൽ, കാരണം ദൈവത്തിന് അറിയാം അത് വെളിപ്പെടുത്തി കഴിഞ്ഞാൽ ജനങ്ങൾ ആ ദിവസം കൊണ്ടാടും. അങ്ങനെ കൊണ്ടാടാൻ പാടില്ല. ഒരു ദിവസത്തിനും അങ്ങനെ ഒരു പ്രത്യേകതയില്ല. അതുകൊണ്ട് ദൈവം അത് വെളിപ്പെടുത്തിയില്ല എന്നുള്ളൂ. ആ സത്യം പലരും മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. എന്നാൽ ഇന്ന് നമുക്ക് അതിനോടുള്ള ബന്ധത്തിൽ നമുക്കൊരു സാവകാശം ആ സന്ദർഭത്തിൽ മറ്റുള്ളവരോട് പോയി ഈ സുവിശേഷ സത്യങ്ങൾ പറയാൻ കഴിയും. ഇന്നലെ കർത്താവിന്റെ കൃപയാൽ ഞാൻ ഇരിക്കുന്ന നാസിക്കില് നല്ല അനുഗ്രഹീതമായ നിലയിൽ ഒരു ഓപ്പൺ എയർ മീറ്റിംഗ് നടത്താൻ കഴിഞ്ഞു. അതിനുശേഷം കുറച്ച് ഹിന്ദുക്കളായിട്ടുള്ള സഹോദരിമാരുടെ അവരുടെ ഒരു പ്രോഗ്രാം ഉണ്ട്. അതിനകത്ത് വിളിച്ച് അവർ വചനം കേൾക്കാനിടയായി. അതിനുശേഷം വിശ്വാസികളോടുള്ള ബന്ധത്തിലും ഒരു മീറ്റിംഗ്. അങ്ങനെ ഇന്നലെ 3 മീറ്റിങ്ങുകളിലൂടെ കർത്താവിനെ മഹത്വപ്പെടുത്താനായിട്ട് ഞങ്ങൾക്ക് നാസിക് സഭയ്ക്ക് കർത്താവ് സഹായിച്ചു. ഞാനൊരു കാര്യം പറയട്ടെ പ്രിയമുള്ളവരെ, നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ എത്രമാത്രം കടക്കാരാണ്. നമ്മൾ യഥാർത്ഥത്തിൽ നമ്മൾ അനുഭവിക്കുന്ന ഈ സത്യം മറ്റുള്ളവർ നമ്മൾ അറിയിക്കുന്നുണ്ടോ? നമ്മൾ കടക്കാരാണെന്നുള്ള ആ ബോധം നമുക്കുണ്ടോ? നമ്മൾ റോമാലേഖനം 1-ാം അധ്യായം 14 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിൽ നിന്നാണല്ലോ നമ്മൾ ചിന്തിക്കുന്നത്. ഞാനത് വീണ്ടും അത് ആവർത്തിക്കുന്നില്ല. എന്നുള്ളൊരു കാര്യം ഞാൻ പറയട്ടെ. നമുക്കറിയാം, ലോകത്തിലെ വലിയ മഹാന്മാരാരെങ്കിലുമൊക്കെ മരിക്കുമ്പോൾ, ഇപ്പോൾ ജോൺ കെന്നഡി അമേരിക്കയിലെ 32ാമത്തെ പ്രസിഡന്റ് ആയിരുന്നു. താൻ മരിക്കുന്ന സമയത്ത് ആ സംഭവം ചില മണിക്കൂറുകൾ കൊണ്ട് ലോകം മുഴുവനും അറിയാനിടയായി. നോക്കണം, എത്ര പെട്ടെന്നാണ് ലോകം അറിഞ്ഞത്. എല്ലാവരും അത് പങ്കുവെച്ചു. നമ്മുടെ ഇന്ത്യയുടെ മഹാത്മാഗാന്ധി ഗോഡ്സെയുടെ വെടിയേറ്റ് മരിക്കുന്ന ഈ സംഭവം ഇന്ത്യയിലല്ല, ലോകമെമ്പാടും എത്ര പെട്ടെന്നാണ് ജനങ്ങൾ അറിഞ്ഞത്. നോക്കണം. എന്നാൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിൽ ഭൂജാതനായി. ആര്? സാക്ഷാൽ ദൈവം. വചനം ജഡമായി തീർന്നു എന്നാണ് യോഹന്നാൻ 1:14 വായിക്കുന്നു. വചനം ജഡമായി തീർന്നു. അപ്പം കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. അപ്പോൾ വചനം ജഡമായി. വചനം എന്ന് പറഞ്ഞാൽ ദൈവം. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. യോഹന്നാൻ 1:1 എല്ലാവർക്കും അറിയാമല്ലോ കാര്യമല്ലേ. അപ്പോൾ സാക്ഷാൽ ദൈവം ഈ ലോകത്തിൽ ജഡത്തിൽ ജനിക്കുക. ജനിച്ചത് എന്തിന്? നമ്മൾ ഭാവി രക്ഷിതാവായി ജനിച്ചിരിക്കുന്നു എന്ന വലിയ മഹാസന്തോഷമാണ് അറിയിച്ചത്. അപ്പോൾ ഈ സന്തോഷ വാർത്ത ഇന്ന് രക്ഷിക്കപ്പെട്ട എല്ലാ ദൈവമക്കളുടെയും കയ്യിലുണ്ട്. നമ്മൾ ചിന്തിക്കണം, രക്ഷിക്കപ്പെട്ടവരായ നമ്മുടെ കയ്യിൽ ഒരു വലിയ ദൂത് നമ്മുടെ കയ്യിലുണ്ട്.
ഈ ദൂത് മറ്റുള്ളവരിലേക്ക് പങ്കുവയ്ക്കുവാനുള്ള കടപ്പാട് രക്ഷിക്കപ്പെട്ട എല്ലാ വിശുദ്ധന്മാർക്കും ഉണ്ട്. അത് നമ്മൾ മറക്കരുത് മക്കളെ. നമുക്ക് ഈ ഈ ഈ സന്ദർഭത്തിലെങ്കിലും മറ്റുള്ളവരോട് പോയി സുവിശേഷം പറഞ്ഞ് അവരെ കർത്താവിലേക്ക് നടത്തുവാൻ നമുക്ക് കഴിഞ്ഞോ? നമുക്ക് എത്ര പേരുടെ സുവിശേഷം പറയാൻ കഴിഞ്ഞു? കർത്താവായ യേശുക്രിസ്തു എന്തിനീ ലോകത്തിൽ ജനിച്ചു? ഇവരുടെ ഈ ലോകത്തിൽ ലോകം മുഴുവനും ആഘോഷിക്കുന്ന ഒരേ ഒരു ബർത്ത്ഡേ, ജന്മദിവസം, അത് കർത്താവായ യേശുക്രിസ്തുവിന്റെ ജന്മദിവസമാണ്. മറ്റാരുടെയെങ്കിലും ഇങ്ങനെ ആഘോഷിക്കാറുണ്ടോ? നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ കർത്താവായ യേശുക്രിസ്തു ഈ ലോകത്തിൽ വന്നത് പാപികളെ രക്ഷിക്കാൻ വേണ്ടിയാണ്. ആ ഒരു പാപികളിൽ ഞാനും ഒരു പാപിയാണെന്ന് മനസ്സിലാക്കി ഈ വിശേഷം നമ്മൾ അംഗീകരിച്ചത് വിശ്വസത്തിലൂടെയല്ലേ നാം രക്ഷിക്കപ്പെട്ടത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഈ സുവിശേഷം മറ്റുള്ളവർക്ക് കൊടുക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ? പൗലോസ്ലീഹ റോമാലേഖനത്തിൽ പറയുന്നുണ്ട്, 13-ാം അധ്യായം 11-ാം വാക്യത്തിൽ, ഇത് ചെയ്യേണ്ടത് ഉറക്കത്തിൽ നിന്ന് ഉണരുവാൻ നാഴിക വന്നിരിക്കുന്നു എന്നിങ്ങനെ നിങ്ങൾ സമയത്തെ അറിയുകയാൽ തന്നെ നാം വിശ്വസിച്ച സമയത്തേക്കാൾ രക്ഷ ഇപ്പോൾ നമുക്ക് അധികം അടുത്തിരിക്കുന്നു. നോക്കണേ, നമ്മൾ ചിന്തിക്കണം പ്രിയമുള്ളവരെ. നമ്മുടെ ജീവിതത്തിൽ ഇത് ചെയ്യേണ്ടത് ഉറക്കത്തിൽ നിന്ന് ഉണരുവാൻ നാഴിക വന്നിരിക്കുന്നു എന്നിങ്ങനെ നിങ്ങൾ സമയത്തെ അറിയാൽ തന്നെ. നമ്മൾ സമയത്തെ അറിയണ്ടേ? നാം ഈ സമയത്ത് എത്തിയിരിക്കുന്നു. നമ്മൾ അന്ത്യത്തിന്റെ അന്ത്യനാളിൽ എത്തിയിരിക്കുന്നു. നമ്മൾ അന്തിമ നിമിഷങ്ങളിലാണ്. ഇനി നമുക്ക് പ്രതീക്ഷിക്കുന്നത് പോലെ അധികം സമയം ലഭിക്കില്ല പ്രിയമുള്ളവരെ. അപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്ന സമയം നമ്മൾ തക്കത്തിൽ ഉപയോഗിക്കണ്ടേ? കാരണം നമ്മുടെ രക്ഷ നാം വിശ്വസിച്ച സമയത്തേക്കാൾ രക്ഷ ഇപ്പോൾ നമുക്ക് അധികം അടുത്തിരിക്കുന്നു. ഈ രക്ഷ എന്നുള്ളത് നമ്മുടെ ശരീരത്തിന്റെ രക്ഷയാണ്. അപ്പോൾ നമ്മൾ രക്ഷിക്കപ്പെട്ട നമ്മൾ ഓരോ ദിവസവും രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇനി നമ്മുടെ ഈ ശരീരത്തിന്റെ രക്ഷ അത് കർത്താവിന്റെ വരവിൽ നടക്കാൻ പോവുക. ആ വരവ് ഏത് സമയത്തും സംഭവിക്കാം. നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാളും ഈ രക്ഷ നമ്മൾ അടുത്തിരിക്കുന്നു പ്രിയമുള്ളവരെ. അപ്പോൾ നമ്മൾ ഇന്നും കടക്കാരായി ജീവിക്കുകയാണോ? നമ്മൾ കടം വീട്ടിയോ? ഈ വലിയ കടം നമ്മൾ ചിന്തിക്കണം. എത്ര വലിയ കടമാണ് നമ്മള് നിത്യജീവൻ, നിത്യരക്ഷ, ഈ വൻ തുകകൾ മറ്റുള്ളവരുടെ നമ്മുടെ അടുക്കൽ ഇരിക്കുക. എന്തൊക്കെയാണ്? നിത്യജീവൻ, നിത്യരക്ഷ. ഈ വലിയ വൻ തുകകൾ മറ്റുള്ളവർക്ക് കൊടുക്കേണ്ടത് നാം കൊടുക്കാതെ നമ്മുടെ പക്കൽ വെച്ചിരിക്കുക. മനസ്സിലാവുന്നുണ്ടോ? മറ്റുള്ളവർക്ക് ഈ നിത്യജീവൻ നഷ്ടപ്പെട്ടിട്ട്, ഈ രക്ഷ നഷ്ടപ്പെട്ടിട്ട് അവർ നിത്യാഗ്നിയിലേക്ക് പോകുക. ഇത് അവർക്ക് സമയത്ത് കൊണ്ട് നമുക്ക് എത്തിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ, പ്രിയ ദൈവമക്കളെ, നമ്മളെ പോലെ വിശ്വാസ വഞ്ചകന്മാർ വല്ലതും ഉണ്ടോ? ഞാനൊരു കടക്കാരനാണോ? ഞാൻ സമയത്ത് തന്നെ, നമുക്കറിയാം, നമ്മൾ വേറൊരു വ്യക്തിയോട് കടപ്പെട്ടുണ്ടെങ്കിൽ അത് എത്രയും വേഗം കൊടുത്തു തീർക്കാൻ നമ്മൾ ചിന്തിക്കും, നമ്മൾ ആഗ്രഹിക്കും. ഒരു മാന്യനായ വ്യക്തിയാണെങ്കിൽ ഒരിക്കലും അതിന് നേരം പോകാൻ സമ്മതിക്കില്ല. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഞാൻ ഒരു കടക്കാരൻ എന്നുള്ള ബോധത്തോടു കൂടി നമുക്ക് ഈ കടം വീട്ടുവാൻ നമുക്ക് കഴിയുന്നുണ്ടോ? നമ്മൾ 1 പത്രോസ് 4:7 വായിക്കുന്നുണ്ട്, എല്ലാത്തിൻ്റെയും അവസാനം സമീപിച്ചിരിക്കുന്നു. ഇനി നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ ഒരു സമയമില്ല പ്രിയമുള്ളവരെ. നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാളെല്ലാം അവസാനം സമീപിച്ചിരിക്കുക. നമ്മൾ എത്രമാത്രം ജാഗരൂകരായിരിക്കണം. നമ്മളെ തന്നെ നമുക്ക് എത്രമാത്രം ഒരുക്കി കർത്താവിന്റെ വരവിന് വേണ്ടി നമ്മൾ ഒരുങ്ങുന്നതോടൊപ്പം തന്നെ നമ്മുടെ കടങ്ങളെല്ലാം കൊടുത്തു വീട്ടിക്കൊണ്ട് യഥാർത്ഥമായിരിക്കുന്ന ഒരു ഒരുക്കമാണ് ദൈവം നമ്മളിന്ന് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ ആയിരിക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ? നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ അവസരം നമുക്ക് തക്കത്തിൽ ഉപയോഗിക്കുവാനായിട്ട് കഴിയുന്നുണ്ടോ? എഹെസ്കേൽ പ്രവചനത്തില് 12-ാം അധ്യായം 28-ാം വാക്യത്തിന്റെ മധ്യത്തിൽ ഇങ്ങനൊരു ശബ്ദമുണ്ട്, എന്റെ വചനങ്ങളിൽ ഒന്നും ഇനി താമസിക്കയില്ല. നോക്കണേ, എന്ന് പറഞ്ഞാൽ വരാനുള്ളവൻ വരും, താമസിക്കയില്ല എന്ന് നമ്മൾ എബ്രായ ലേഖനം 10:37 വായിക്കുന്നുണ്ട്. ഞാൻ പറയട്ടെ, കർത്താവ് വരുവാൻ ഇനി താമസിക്കുന്നില്ല പ്രിയമുള്ളവരെ. നമ്മുടെ കർത്താവ് ഏത് സമയത്തും വരാം. ഇന്ന് വരുമെന്നുള്ള പ്രതീക്ഷയിൽ നമ്മൾ ഒരുങ്ങിയിരിക്കാൻ കടപ്പെട്ടവരാണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ കടപ്പാടുകളെ നിർവഹിക്കുന്നതിൽ നമ്മൾ എത്രമാത്രം ഉത്സുകരായിരിക്കണം. ഇന്ന് എത്രയോ പേര്
ക്രിസ്തുവുമായിട്ട് യാതൊരു ബന്ധവുമില്ലാതെ കർത്താവിൻ്റെ ഹിതം മനസ്സിലാക്കാതെ എങ്ങനെയെങ്കിലുമൊക്കെ ജീവിച്ച് അടിപൊളിയായി ജീവിച്ച് അവരങ്ങനെ ജീവിച്ചങ്ങ് പോവുക. എന്നാൽ അവരൊരിക്കലും പ്രതീക്ഷിക്കാത്ത നാഴികയിൽ മരണം കടന്നു വരും. നമ്മൾ ചിന്തിക്കണം. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ന്യൂസിൽ നമ്മൾ കണ്ടില്ലേ, ആ കണ്ടെയ്നർ വീണ് ഒരു കുടുംബത്തിലെ 6 പേര് പെട്ടെന്ന് അങ്ങ് പോയി. അങ്ങനെ എത്രയോ സംഭവങ്ങൾ നമ്മൾ ഓരോ ദിവസവും കേൾക്കുന്ന പ്രിയമുള്ളവരെ. നമ്മൾ മനസ്സിലാക്കണം, എത്രയോ പേർ പെട്ടെന്ന് അവര് നിരാശരായി പോയി ആത്മഹത്യ ചെയ്യുന്നു. നല്ല ചെറുപ്പക്കാരായിരിക്കുന്ന കുഞ്ഞുങ്ങൾ. എന്തുകൊണ്ടാ? നമ്മൾ നമ്മുടെ കടമ നമ്മൾ നിർവഹിച്ചില്ല. നമ്മുടെ അയൽവാസികളായിട്ടുള്ള നമ്മുടെ ബന്ധുക്കളായിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ടവരിൽ എത്രയോ പേർ ഇന്നും അങ്ങനെയുള്ള നിരാശകൾ കഴിയുന്നില്ലേ? അവരുടെ ഈ നിരാശ മാറ്റുവാൻ കഴിയുന്നത് ഈ സുവിശേഷത്തിന് മാത്രമാണ്. കർത്താവായ യേശു ക്രിസ്തുവിന് മാത്രമാണ്. അവിടുന്ന് ഈ ലോകത്തിൽ ജനിച്ചു, നമുക്ക് വേണ്ടി മരിച്ചു, അവിടുന്ന് ഉയർത്തെഴുന്നേറ്റു, ഇന്നും എന്നേക്കും ജീവിക്കുന്നു. ഈ കർത്താവിന് മാത്രമേ നമുക്ക് ആശ്വാസം നൽകാൻ കഴിയൂ, ഈ നിത്യജീവനെ തരാൻ കഴിയൂ, ഈ നിത്യരക്ഷയെ തരാൻ കഴിയൂ. ഈ കർത്താവിലേക്ക് അവരെ കൊണ്ടുവരിക, അവരെ നടത്തുക എന്നുള്ളത് രക്ഷിക്കപ്പെട്ട നമ്മുടെ ഓരോരുത്തരുടെയും കടപ്പാടല്ലേ പ്രിയമുള്ളവരെ? നമ്മളത് വളരെ ഗൗരവമായിട്ടെടുക്കണം, വളരെ ഗൗരവമായിട്ടെടുക്കണം. ഞാനൊരു പഴയ നിയമത്തിലെ ഒരു സംഭവം ഇതിനോട് ചേർന്നത് കൊള്ളാവുന്നൊരു കാര്യമായതുകൊണ്ട് പറയാൻ ആഗ്രഹിക്കുക. 2 രാജാവ് 7-ാം അധ്യായം 9-ാം വാക്യത്തിൽ 4 കുഷ്ഠരോഗികൾ തമ്മിൽ പറയുന്ന ഒരു ചർച്ചയാണ്. നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് ഞാനതിനെ ഒരുപാട് ഭാഗങ്ങൾ വായിക്കാണ്ട് അല്പമായിട്ട് വായിച്ചത്. അതിന്റെ 6-7 അധ്യായം നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ 2 രാജാവ് 6-7 അധ്യായം വായിച്ചാൽ അത് വളരെ വിശാലമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാം. ഞാനത് ഷോർട്ടായിട്ടുകൊണ്ട് പറയാം. ഈ 9-ാം വാക്യം ഞാൻ വായിക്കാം. അവർ തമ്മിൽ നാം ചെയ്യുന്നത് ശരിയല്ല. ഇന്ന് സത്വർത്തമാന ദിവസമല്ലോ, നാമോ മിണ്ടാതിരിക്കുന്നു. നേരം പുലരും വരെ നാം താമസിച്ചാൽ നമുക്ക് കുറ്റം വരും. ആകയാൽ വരുവിൻ, നാം ചെന്ന് രാജധാനിയിൽ അറിവ് കൊടുക്കുക. ഇവിടുത്തെ കണ്ടീഷൻ, ഇവിടുത്തെ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും. വിഷയം ശമരിയായിൽ ഭയങ്കരമായിരിക്കുന്ന കഠിന ക്ഷാമം. അതിന്റെ 6-ാം അധ്യായം അവസാനമൊക്കെ വായിക്കുമ്പോൾ നമുക്കറിയാം, അവിടെ ജനങ്ങള് രാജാവിനോട് പറയാ, രാജാവേ ഞങ്ങളെ രക്ഷിക്കണം എന്ന് പറഞ്ഞാൽ തിന്നാനൊന്നുമില്ല. അവരുടെ വിഷയം അന്വേഷിച്ചപ്പോഴത്തേക്കും 2 സ്ത്രീകൾ പറയാ, അതിലൊരു സ്ത്രീ പറയാ, ഞങ്ങൾ എന്റെ മകനെ തിന്നു, നാളെ നിന്റെ മകനെ തിന്നാന്നാ പറഞ്ഞത്, പക്ഷെ അവള് ഒളിപ്പിച്ച് കളഞ്ഞു. പറഞ്ഞതിന്റെ സാരം എന്താ പ്രിയമുള്ളവരെ? ഭയങ്കരമായ പട്ടിണിയിൽ വിശപ്പ് സഹിക്കാൻ വയ്യാതെ സ്വന്തം കുഞ്ഞുങ്ങളെ പുഴുങ്ങി തിന്നെന്ന് പറയുമ്പോൾ ആ രാജ്യത്തിന്റെ ഭീകരാവസ്ഥ നമുക്ക് മനസ്സിലാവുമല്ലോ. അങ്ങനെ പട്ടിണിയിലിരിക്കുക. അപ്പോഴാണ് എലീശ, ദൈവത്തിന്റെ ദാസൻ, പറയുന്നു, നാളെ ശമരിയയില് ധാരാളം ഭക്ഷണ പദാർത്ഥങ്ങൾ വിൽക്കപ്പെടും, വെറും നിസാര വിലയ്ക്ക്. നോക്കണം. അപ്പം ഇങ്ങനെയൊരു പ്രവചനമൊക്കെ ഉണ്ടായതൊന്നും ഈ കുഷ്ഠരോഗികൾ അറിയുന്നില്ല. ഏതായാലും അവര് വിചാരിച്ചു, ഈ 6-ാം സൈന്യം വന്ന് ഇസ്രയേലിനെ വളഞ്ഞിരിക്കുക. അവർക്ക് പുറത്തു പോകാനോ അകത്ത് വരാനോ കഴിയില്ല. ഒരു സാധനങ്ങളും അകത്ത് വരത്തില്ല. പട്ടിണി കൊണ്ട് ജനങ്ങൾ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ 4 കുഷ്ഠരോഗികൾ പറഞ്ഞു, ഏതായാലും നമ്മളിവിടെ കിടന്നാലും പട്ടിണി കിടന്ന് മരിക്കും. ഒരു കാര്യം ചെയ്യാം, നമുക്ക് 6-ാം പാളയത്തിൽ പോയി നോക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അവർ പോയി നോക്കി. അവരൊരു ടെന്റിൽ ചെന്നപ്പോൾ അവിടെയെല്ലാം വിഭവങ്ങൾ കൊണ്ട്, ഭക്ഷണപദാർത്ഥങ്ങൾ കൊണ്ട് ടേബിളെല്ലാം നിറഞ്ഞിരിക്കുക. അയ്യോ, എത്ര ഭയങ്കരം! അവരിഷ്ടം പോലെ തിന്നു. അവിടെ ഇഷ്ടം പോലെ വെള്ളിയും സ്വർണവും അതെല്ലാം എടുത്തോണ്ട് അവരുടെ കൂടാരത്തിൽ കൊണ്ട് വെച്ചു. പിന്നെയും വന്ന് മറ്റൊരു കൂടാരത്തിൽ ചെന്നപ്പോൾ അവിടെ ഇതുപോലെ നിറഞ്ഞിരിക്കുക. അവർക്കങ്ങ് അതിശയായിപ്പോയി. അവര് ധാരാളമായിട്ട് പ്രാപിച്ചു. അപ്പോൾ അവര് പറയുന്ന ഒരു വാക്യമാണ് നമ്മൾ ഇവിടെ വായിച്ചത്. പ്രിയമുള്ളവരെ, നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. ഞാൻ രക്ഷിക്കപ്പെട്ടു, ഇനി എന്റെ കാര്യം ഭദ്രമായി എന്ന് വിചാരിച്ച് നമ്മുടെ ദൗത്യങ്ങളെ മറന്നാൽ അത് എത്രമാത്രം വലിയ ശിക്ഷാവിധിക്ക് കാരണമാകും എന്നുള്ളത് ഒരിക്കലും മറക്കരുത്. ഞാൻ പല പ്രാവശ്യം ഓർപ്പിച്ചിട്ടുണ്ട്. 1 കൊരിന്ത്യർ 9:16 പൗലോസ് പറയുന്നുണ്ട്, ഞാൻ സുവിശേഷം അറിയിക്കുന്നില്ല എങ്കിൽ എനിക്ക് അയ്യോ കഷ്ടം. പ്രിയമുള്ളവരെ, നിങ്ങൾ സുവിശേഷം അറിയിക്കുന്നില്ലെങ്കിൽ, നിങ്ങൾ രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന സമയം
നിങ്ങൾ മറ്റുള്ള രീതിയിൽ നിങ്ങൾ ചെലവഴിക്കുകയാണെങ്കിൽ, തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക എന്ന് പറഞ്ഞാൽ ധനവാനെ പോലെ ആ ലാസറും ധനവാനും ഓർക്കുന്നുണ്ടല്ലോ, ആർഭാടമായി ജീവിച്ചു. മരണം ഒരു ദിവസം വരും. മരണാനന്തരം നമുക്ക് ഒന്നും ചെയ്യാൻ, മരണാനന്തരം നമുക്ക് സുവിശേഷം അറിയിക്കാൻ പറ്റുമോ? ആർക്കെങ്കിലും പ്രാർത്ഥിക്കാൻ വേണ്ടി പറ്റുമോ? ഇതൊക്കെ ഇപ്പോൾ ഇവിടെ ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഇവിടെ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ വളരെ ഉത്തരവാദിത്വത്തോടെ ഇവിടെ ചെയ്യണം. ചെയ്തില്ലെങ്കിൽ നമ്മുടെ സമയങ്ങൾ പെട്ടെന്ന് കടന്നു പോകും. പ്രിയമുള്ളവരെ, നമ്മൾ ചിന്തിക്കണം. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന വലിയൊരു ഭാഗ്യ പദവിയല്ലേ സുവിശേഷം അറിയിക്കുക എന്നുള്ളത്. അപ്പൊ ഇവിടെ ഈ 4 കുഷ്ഠരോഗികൾ പറയുന്നത് എന്തുമാണ്? നാം ചെയ്യുന്നത് ശരിയല്ല. ജീവിതത്തിൽ എന്തെങ്കിലും ഒരിക്കലെങ്കിലും ഞാൻ ചെയ്യുന്നത് ശരിയാണോ എന്ന് നമ്മളോട് ചോദിച്ചിട്ടുണ്ടോ? നമ്മൾ സുവിശേഷം അറിയിക്കേണ്ട സമയത്ത് അവിടെ എവിടെയും കറങ്ങി നടന്ന് ലോക കാര്യങ്ങളും പറഞ്ഞ് മറ്റു കൂട്ടുകാരുമൊത്ത് അവിടെ ഇവിടെ പിക്നിക്കിനും പോയി, ഇങ്ങനെയൊക്കെ നടക്കുന്നത് നമ്മൾ ചെയ്യുന്നത് ശരിയാണോ എന്ന് നമ്മളോട് ഒരിക്കലെങ്കിലും നമ്മൾ ചോദിച്ചിട്ടുണ്ടോ? ഇന്നും അനേക വിശുദ്ധന്മാരെന്നൊക്കെ അവരെ വിളിക്കുന്നത് തന്നെ എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അനേകർക്കും ഈ ലോകമാണ് വിഷയം. അവർക്ക് പിക്നിക്കാണ് വിഷയം. ലോകം കണ്ട് നടക്കുക, സുഖിക്കുക. കാരണം ദൈവം അവരെ അനുഗ്രഹിച്ചതാണെന്ന് പറഞ്ഞുകൊണ്ട് ലോകത്തിലെ അനുഗ്രഹങ്ങളെ അവരെങ്ങനെ നേടിയതാണെന്ന് ദൈവത്തിന് മാത്രം അറിയാം. ഏതായാലും അത് അവരിങ്ങനെ ചെലവഴിച്ച് സുഖമായി ഈ ലോകത്തിൽ ജീവിക്കുക. അവരുടെ ഉത്തരവാദിത്തങ്ങൾ മറന്നുപോയി. പ്രിയമുള്ളവരെ, ഇവിടെ ആ കുഷ്ഠരോഗികളായ 4 പേര് പറയാണ്, നാം ചെയ്യുന്നത് ശരിയല്ല. നമ്മൾ വിശന്നിരിക്കുകയായിരുന്നു, ഇതാ നമുക്ക് ധാരാളം കിട്ടി. എന്നാലും ഇവിടെ ശമരിയിലെ ജനങ്ങൾ പട്ടിണി കിടന്ന് മരിക്കുകയാണ്. അവർക്ക് നമ്മൾ ഈ സന്ദേശം കൊടുക്കണം. അവിടെ അവർ പറയുന്ന ഒരു കാര്യം, ഇന്ന് സത്വർത്തമാന ദിവസമല്ലോ. അതേ പ്രിയമുള്ളവരെ, നമുക്കിന്ന് ഓരോ ദിവസവും ലഭിക്കുന്നത് സദ്വർത്തമാന ദിവസമാണ്. നമ്മൾ മറ്റുള്ളവരോട് പോയി സദ്വാർത്ത അറിയിക്കേണ്ട ഒരു വലിയ ദൗത്യം നമ്മുടെ പേരുണ്ട്. അത് നമ്മൾ ചെയ്യുന്നില്ലെങ്കിൽ വാസ്തവത്തിൽ നമ്മൾ വലിയ അപരാധികളാണ്. എന്നിട്ട് അവർ പറയുന്നൊരു കാര്യം, താമസിച്ചാൽ നമുക്ക് കുറ്റം വരും. ആ പ്രയോഗവും ഭയങ്കരമാണ്. താമസിക്കാൻ പാടില്ല പ്രിയമുള്ളവരെ. നമ്മൾ ഈ കാര്യം എത്രയും വേഗം, നമുക്കറിയാം ചിലരോട് നമ്മൾ വചനം പറയാൻ താമസിച്ചാൽ ചിലപ്പം അവര് മരിച്ച് ഈ ലോകത്ത് മാറ്റപ്പെടും. അങ്ങനെ വരുമ്പോൾ നമ്മൾ ആ വ്യക്തിയെ ഓർത്തു, എന്നോട് ദൈവാത്മാവ് പറഞ്ഞതായിരുന്നു അദ്ദേഹത്തോട് ഇന്നലെ പോയി വചനം പറയാൻ, അദ്ദേഹം മരിച്ചും പോയി, കഷ്ടമായി പോയാലോ എന്ന് ചിന്തിച്ചിട്ടുള്ള ചില അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ലേ? ചിന്തിക്കുക പ്രിയമുള്ളവരെ. നിങ്ങൾ പോയി പറഞ്ഞിരുന്നെങ്കിൽ ചിലപ്പോൾ അദ്ദേഹത്തിന്റെ ആത്മഹത്യയിൽ നിന്നും അദ്ദേഹം രക്ഷപ്പെടുമായിരുന്നു. ആത്മഹത്യക്ക് തന്നെ ഒരുങ്ങിയില്ലായിരുന്നു. എന്നാൽ നമ്മൾ പലപ്പോഴും താമസിപ്പിക്കുന്നത് കൊണ്ട് തന്നെ എത്രയോ ജീവിതങ്ങൾ നഷ്ടപ്പെടുന്നു. അതുകൊണ്ട് നമുക്ക് നമ്മുടെ ദൗത്യത്തെക്കുറിച്ച് നമ്മൾ വളരെ ബോധവാന്മാരായിരിക്കണം. നമ്മളത് കൃത്യനിഷ്ഠയോടുകൂടി ചെയ്യണം. അങ്ങനെ അല്ലെങ്കിൽ ദൈവത്തിന് നമ്മളെക്കുറിച്ച് എന്ത് ദുഃഖമായിരിക്കും. അപ്പോൾ ഇവിടെ ഈ കുഷ്ഠരോഗികൾ പറയുകയാണ്, നാം ചെയ്യുന്നത് ശരിയല്ല, ഇന്ന് സദ്വർത്തമാന ദിവസമല്ലോ, നാമോ മിണ്ടാതിരിക്കുന്നു. സുവിശേഷം കയ്യിലേന്തിയവർ മിണ്ടാതിരിക്കരുതേ പ്രിയമുള്ളവരെ. നമ്മൾ ഒരിക്കലും മിണ്ടാതിരിക്കരുത്. കർത്താവിന്റെ വചനത്തില് യേശയ്യാ പ്രവചനം 62-ാം അധ്യായം 6-ാം വാക്യത്തിൽ വായിക്കുന്നത്, നിങ്ങൾ മിണ്ടാതിരിക്കരുത്, നിങ്ങളിത് പറയാതിരിക്കരുത്, നിങ്ങളിത് പറയണം. വളരെ ശ്രദ്ധിക്കണേ ദൈവമക്കളെ. നമുക്കത് പറയാൻ ഉത്സാഹമുണ്ടോ? അപ്പോൾ അവര് ഈ കാര്യം മനസ്സിലാക്കി അവര് പോയി പറഞ്ഞു. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? ശബരിയിലുണ്ടായിരുന്ന ജനങ്ങൾക്ക് എലീശ പ്രവാചകൻ പറഞ്ഞതുപോലെ ധാരാളമായിട്ട് അവർക്ക് ആഹാരപദാർത്ഥം ലഭിക്കാനിടയായി. നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ ജീവിതത്തിൽ നമ്മളെ ഏൽപ്പിച്ച ദൗത്യം നമ്മൾ നിർവഹിക്കുകയാണെങ്കിൽ എത്രയോ പേർ ഈ സുവിശേഷത്തിന്റെ സാക്ഷികളാകുവാനിടയായിത്തീരും. എത്രയോ പേർ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടാനിടയായിത്തീരും. എത്രയോ പേർ ആ നിത്യാഗ്നിയിൽ നിന്നും ആ ഭയങ്കരമായ തീയിൽ നിന്നും രക്ഷപ്പെടും. നമ്മൾ മിണ്ടാതിരുന്നാലോ, നമ്മൾ പറയാതിരുന്നാലോ? അതുകൊണ്ട് അങ്ങനെ വരരുതേ എല്ലാവരും. ഞാൻ ഒരു കാര്യം കൊണ്ട് ഓർപ്പിക്കട്ടെ. നമ്മൾ എസ്തേറിന്റെ പുസ്തകം വായിക്കുകയാണെങ്കിൽ, എസ്തേറിന്റെ പുസ്തകം അതിന്റെ 4-ാം അധ്യായം അതിന്റെ 14-ാം വാക്യത്തില് മൊർദെഖായി എസ്തേറിനെ ഓർപ്പിക്കുന്ന ഒരു വലിയ കാര്യം. കാരണം ഇവിടെ യഹൂദന്മാർ ഒരു വലിയ സങ്കടത്തിൽ, ഒരു സംഘർഷാവസ്ഥയിലാണ്. അപ്പോൾ മൊർദെഖായി എസ്തേറിനോട് പറയുന്ന ഒരു കാര്യമാണ്. അതിന്റെ 13-14 വായിക്കാം. മൊർദെഖായി എസ്തേറിനോട് മറുപടി പറയുവാൻ കൽപ്പിച്ചത്, നീ രാജധാനിയിൽ ഇരിക്കിയാൽ
എല്ലാ എല്ലാ യഹൂദന്മാരിലും വെച്ച് രക്ഷപ്പെട്ടുകൊള്ളാമെന്ന് നീ വിചാരിക്കേണ്ട. നീ ഈ സമയത്ത് മിണ്ടാതിരുന്നാൽ യഹൂദന്മാർക്കും മറ്റൊരു സ്ഥലത്തു നിന്നും ഉദ്ധാരണവും രക്ഷയും ഉണ്ടാകും. എന്നാൽ നീയും നിന്റെ പിതൃഭവനവും നശിച്ചു പോകും. ഇങ്ങനെയുള്ളൊരു സമയത്തിനായിട്ടല്ലയോ നീ ഈ രാജസ്ഥാനത്ത് വന്നിരിക്കുന്നത് ആർക്കറിയാം. അതൊരു ഭയങ്കര ശക്തമായ ഒരു മുന്നറിയിപ്പ് തന്നെയായിരുന്നു. നമ്മൾ ചിന്തിക്കണം പ്രിയമുള്ളവരെ, ദൈവം നമ്മളെ ഓരോ അവസ്ഥയിലും ആക്കി വെച്ചിരിക്കുന്നത് എന്തിനു വേണ്ടിയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മളെ ഒരു സ്ഥലത്താക്കി വെച്ചിരിക്കുന്നു. ഞാൻ നിങ്ങളോട് പറയട്ടെ, ഞാൻ ആർമിയിലായിരിക്കുമ്പോൾ, ഞാൻ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ എന്നോട് കർത്താവ് പറഞ്ഞു, ടോമി, മറ്റുള്ളവർക്ക് പോയി അറിയിക്കാൻ കഴിയാത്തിടങ്ങളിൽ സുവിശേഷം അറിയിക്കുവാൻ ഞാൻ നിന്നെ തിരഞ്ഞെടുത്തു. അതെ, ഒരിക്കലും മറ്റൊരു സിവിലിയനായിട്ടുള്ള വ്യക്തിക്ക് ആർമിയിൽ പോയി വചനം പറയാൻ പറ്റില്ല. അപ്പോൾ ഞാൻ അന്നേരം കർത്താവിന് പറഞ്ഞു, കർത്താവേ, ഇവിടെ അങ്ങേ ഇങ്ങനെ സാക്ഷിക്കുവാനായിട്ട് അതിനുള്ള ഒരുപാട് പ്രതിസന്ധികളുണ്ടല്ലോ. കർത്താവിനോട് പറഞ്ഞു, ഞാൻ നിങ്ങളുടെ കൂടെ ഇരിക്കും. നീ ഭയപ്പെടാതെ, നീ എല്ലാവരോടും ഈ വചനം പറയാൻ പറഞ്ഞു. കർത്താവ് വാതിൽ തുറന്നു വന്നു. ഞാൻ പറയട്ടെ ദൈവമക്കളെ, എന്റെ സർവീസിന്റെ 4 വർഷം കഴിഞ്ഞപ്പോൾ ഞാൻ രക്ഷിക്കപ്പെട്ടു 84. അതിനുശേഷം വീണ്ടും 14 വർഷം കൂടി കർത്താവിന് ഈ ആർമിയില് അനേക ഇടങ്ങളില് ആർമി സ്റ്റേഷൻ എവിടെയില്ലായിരുന്നോ അവിടെയുള്ള എല്ലാ ആർമിക്കാരോടും വചനം പറയുവാൻ, ഓരോ ഭവനങ്ങളിലും പോയി, ബാരക്കുകളിൽ പോയി ദൈവത്തിന് വചനം അറിയിക്കുവാനായിട്ട് കർത്താവിനെ സഹായിച്ചു. അനേകം കർത്താവിനെ കണ്ടെത്താനിടയായി. ഇന്ന് അനേകരും കർത്താവിന്റെ വേലക്കാരായി ഇന്ന് കർത്താവിന് വയലിൽ അധ്വാനിക്കുന്നു. അതെ, മറ്റുള്ളവർക്ക് എത്താൻ കഴിയാത്ത ഇടങ്ങളിലേക്ക് എത്തിക്കുവാൻ അവിടെ കർത്താവ് നിയോഗിച്ചു. കർത്താവിന്റെ നിയോഗപ്രകാരം ആ ശുശ്രൂഷ കഴിഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞതനുസരിച്ച് നാസിക്കിൽ കർത്താവിന് വേണ്ടി ഒരു നിലവിളക്ക് പണിയുവാൻ കർത്താവ് അടിയനെ ആക്കി. അത് ഇന്ന് വരെയും വിശ്വസ്തയോടെ ചെയ്യുവാൻ കർത്താവ് കൃപ ചെയ്തു. ഞാനൊരു കാര്യം നിങ്ങളോട് പറയട്ടെ, ഇന്നും ആ നിലവിളക്ക് വെളിച്ചം പ്രകാശിച്ചുകൊണ്ടിരിക്കുക, വെളിച്ചം കൊടുത്തുകൊണ്ടിരിക്കുക, കത്തിക്കൊണ്ടിരിക്കുക, കത്തി ജ്വലിച്ചുകൊണ്ടിരിക്കുക. നാസിക്കില് മറ്റുള്ളവരിലേക്ക് ഈ ദൈവത്തിന്റെ വചനത്തിന്റെ പ്രകാശനം പരത്തിക്കൊണ്ടിരിക്കുക. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, നമ്മളെ ഏൽപ്പിക്കുന്നിടത്ത് നമ്മൾ വിശ്വസ്തരായിരിക്കണം. ഇവിടെ എസ്തേറിനോട് മൊർദെഖായി പറഞ്ഞു ഉണർത്തുകയാണ്, നീ രാജമഹലില് രാജകൊട്ടാരത്തിൽ ഇരിക്കുന്നതുകൊണ്ട് നീ ഒരു യഹൂദിയാണെങ്കിലും യഹൂദിയ സ്ത്രീയെ അല്ലെങ്കിൽ യഹൂദന്മാരെ മൊത്തം വംശനാശം വരുത്തുവാനായിട്ട് ഹാമാൻ രട്ടെടുത്ത് ഇറങ്ങിയിരിക്കുക. എന്നാൽ ഇവിടെ മൊർദെഖായി പറഞ്ഞതനുസരിച്ച് എസ്തേർ തയ്യാറായി. എസ്തേർ പറയാണ്, ശൂഷൻ രാജധാനിയിലുള്ള എല്ലാ യഹൂദന്മാരെയും കൂട്ടി മൊർദെഖായി നീ ഉപവസിക്ക്, ഞാനും എന്റെ സഹപാഠികളോട് കൂടി ഉപവസിക്കാം, എന്നിട്ട് രാജാവിന്റെ അനുമതി ഇല്ലെങ്കിലും ഞാൻ പോകാം. ബാക്കി നടന്ന സംഭവങ്ങളൊക്കെ നിങ്ങൾക്കറിയാം. പ്രിയമുള്ളവരെ, ഒരു കാര്യം, നമുക്ക് ലഭിച്ച സമയം, നമുക്ക് ലഭിച്ച സ്ഥാനമാനങ്ങൾ ഇത് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നുണ്ടോ? നമ്മൾ കർത്താവിന്റെ വകയായി തീർന്നിരിക്കുന്നെങ്കിൽ നാം നിശ്ചയമായും കർത്താവിനോട് കടപ്പെട്ടിരിക്കുന്നു. രക്ഷിക്കപ്പെട്ട നമ്മുടെ കയ്യിൽ അന്നു മുതൽ ഈ രക്ഷയുടെ ദൂത്, ഈ സുവിശേഷത്തിന്റെ ദൂത്, ഈ വലിയ നിത്യജീവന്റെ വലിയ സമ്പാദ്യം നമ്മളെ ദൈവം ഏൽപ്പിച്ചിരിക്കുക. ഇത് നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കണം. ഇത് കൊടുക്കും തോറും നമുക്കറിയാം കുറവല്ല കൂടുക. നോക്കണമേ, എത്ര വലിയ കാര്യമാണ്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഇന്ന് ഞാനൊരു കടക്കാരനായിരിക്കുന്നുണ്ടോ? ഞാൻ ആ കടം വീട്ടണമെന്നുള്ള ഒരു വലിയ ഭാരത്തോടെ മറ്റുള്ളവരോട് സുവിശേഷം പറയുവാനായിട്ടുള്ള ഒരു വെമ്പൽ നമുക്കുണ്ടോ? ഞാൻ നാട്ടിലേക്ക് വരുമ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ, ഞാൻ എപ്പോഴും മറ്റുള്ളവരോട് സുവിശേഷം പറയുവാൻ എന്റെ വെമ്പല് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ട്. എന്നെ അറിയാവുന്നവർക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് അനേകർക്കൊരു പ്രോത്സാഹനമായി തീരുവാൻ കൃപയാൽ എളിയവന്റെ ജീവിതം ഇടയാക്കിയിട്ടുണ്ട്. അനേകരുടെ അതിരങ്ങളിലൂടെ അങ്ങനെയുള്ള സാക്ഷ്യങ്ങൾ കേൾക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്. ഞാനൊരു കാര്യം പറയട്ടെ, നമ്മുടെ ജീവിതം ക്രിസ്തുവിൻ പത്രമായി പ്രശോഭിക്കണം. നമ്മളെ കാണുന്നവർക്ക് ക്രിസ്തുവിനെ കാണുവാൻ കഴിയണം. നമ്മളുമായി ബന്ധപ്പെടുന്നവർക്ക് ക്രിസ്തുവിനെ ലഭിക്കുവാനിടയാകണം. ഈ സുവിശേഷത്തിന്റെ സാക്ഷ്യം വഹിക്കാൻ പ്രിയമുള്ളവരെ, നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ വിലപ്പെട്ട സമയം നമ്മൾ നഷ്ടമാക്കാതെ അത് നമുക്ക് തക്കത്തിൽ ഉപയോഗിക്കാം. നമ്മുടെ കടം നമുക്ക് കൊടുത്തു തീർക്കാം. നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ നമ്മുടെ കർത്താവ് വാതിക്കലായിരിക്കുന്നു. ഏത് സമയം നമ്മുടെ കർത്താവ് കടന്നു വരാം. ഇന്ന് വന്നാൽ
ഇന്ന് വന്നാൽ ഞാൻ കർത്താവിനോടുകൂടി ആയിരിക്കും എന്നുള്ള ഒരു ഉറപ്പ് നമുക്ക് വേണം. നമ്മളതല്ലേ റോമാലേഖനം 13:11 വായിക്കുന്നത്, ഇത് ചെയ്യേണ്ടത് ഉറക്കത്തിൽ നിന്നും ഉണരുവാൻ നാഴിക വന്നിരിക്കുന്നു എന്നിങ്ങനെ നിങ്ങൾ സമയത്തെ അറിയാൽ തന്നെ നാം വിശ്വസിച്ച സമയത്തേക്കാൾ രക്ഷ ഇപ്പോൾ നമുക്ക് അധികം അടുത്തിരിക്കുന്നു. റോമർ 13:11. പ്രിയമുള്ളവരെ, ഇത് നമ്മൾ വളരെ ജാഗരൂകരായി ഉത്സാഹത്തോടെ ചെയ്യുവാൻ കടപ്പെട്ടവരല്ലേ? നമ്മൾ ചെയ്യുന്നുണ്ടോ? നമ്മൾ വിശ്വസിച്ച സമയത്തേക്കാൾ രക്ഷ ഇപ്പോൾ നമുക്ക് അധികം അടുത്തിരിക്കുന്നു. അതെ, രക്ഷിക്കപ്പെട്ട ആത്മരക്ഷ പ്രാപിച്ച് നമ്മളുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പ് ഏറ്റവും അടുത്തിരിക്കുന്നു. ഏത് സമയത്തും കാഹളം ധ്വനിക്കാം, കണ്ണിമിക്കുന്നതിനെല്ലാം രൂപാന്തരപ്പെടും. അതേ കാര്യം തന്നെ പത്രോസ് പറയുമ്പോൾ, പത്രോസ് പറയുന്നത് 1 പത്രോസ് 4:7, അതിന്റെ ആരംഭം മാത്രം എല്ലാറ്റിന്റെയും അവസാനം സമീപിച്ചിരിക്കുന്നു. എല്ലാറ്റിന്റെയും അവസാനം സമീപിച്ചിരിക്കുന്നു. പ്രിയമക്കളെ, ദൈവസഭ ഇവിടുന്ന് മാറ്റപ്പെടാൻ സമയമായി. ഇനിയും നമുക്ക് സമയമുണ്ടെന്ന് ചിന്തിച്ച് നമ്മൾ ഇരുന്നാൽ നമ്മൾ വഞ്ചിക്കപ്പെടും. ദൈവത്തിന്റെ വചനത്തിൽ പറയുന്ന കാര്യങ്ങൾ എന്തെങ്കിലും നിവർത്തിക്കാതെ പോകുമോ? യെഹെസ്കേൽ പ്രവചനം 12:28 മധ്യത്തിൽ ഒരു ശബ്ദം ഇങ്ങനെയുണ്ട്, ഒരു ചെറിയ വാക്യം: എന്റെ വചനങ്ങളിൽ ഒന്നും ഇനി താമസിക്കയില്ല. എന്റെ വചനങ്ങളിൽ ഒന്നും ഇനി താമസിക്കയില്ല. അപ്പൊ ദൈവത്തിന്റെ വചനം പറയുന്നു, ഇനി അത് താമസിക്കത്തില്ല, അത് എത്രയും വേഗം നടക്കും. നമുക്കറിയാം, എബ്രായർ 10:37 വായിക്കുന്നുണ്ട്, വരുവാനുള്ളവർ വരും, താമസിക്കയില്ല. വരുവാനുള്ളവർ വരും. പ്രിയമുള്ളവരെ, ആ സമയം നമ്മുടെ ഈ തലമുറയിൽ തന്നെ ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു, നമ്മുടെ ഈ തലമുറയിൽ നമ്മുടെ കർത്താവ് വരും. നമ്മളെല്ലാവരും ജീവിച്ചിരിക്കെ രൂപാന്തരം പ്രാപിച്ചെടുക്കപ്പെടാനുള്ളവരാണ്. അത് ഇന്ന് സംഭവിക്കാം. ഇനി നമുക്കൊരു കൂട്ടായ്മയോടെ ഇങ്ങനെ ലഭിച്ചെന്ന് വരുമെന്ന് നമുക്ക് പറയാൻ പറ്റിയില്ല. അപ്പോൾ നമ്മൾ ചിന്തിക്കണം, നമുക്ക് ഈ കർത്താവുമായിട്ട് ശരിക്കുള്ള ഒരു ബന്ധം, നമ്മൾ കർത്താവിന് വേണ്ടി ജീവിക്കുന്നുവെന്ന് നമുക്ക് ഉറപ്പായി പറയാൻ കഴിയുമോ? കർത്താവിനെ ഓർപ്പിക്കുന്നവർ, ഉണർത്തുന്നവർ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല? മൗനമായിരിക്കാൻ പാടില്ല. നമ്മുടെ ഏത് സമയത്തും, എല്ലാ സമയത്തും കർത്താവിനെ അറിയിക്കുവാൻ നമ്മൾ ഒരുങ്ങിയിരിക്കണം. അതുകൊണ്ട് എല്ലാ വിശുദ്ധന്മാരോടും എനിക്ക് പറയാനുള്ളത്, ഇനി 2025 നമ്മൾ കാണാൻ കഴിയുമെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അതിനു മുമ്പ് കർത്താവ് വരുമെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. എന്നാൽ ഇനിയും അങ്ങനെ ഒരു വർഷം നമുക്ക് തരുന്നെങ്കിൽ ആ വർഷത്തിലും ഈ വർഷത്തേക്കാൾ അധികമായി കർത്താവിന് വേണ്ടി തീഷ്ണതയോടെ, എരിവോടെ പ്രവർത്തിക്കുവാൻ നമുക്കിടയാക്കട്ടെ. കർത്താവിന്റെ പ്രവൃത്തിയിൽ നമുക്ക് വർദ്ധിച്ചു വരാം, ആത്മാക്കളെ നമുക്ക് നേടാം. നമ്മൾ കടപ്പെട്ടിരിക്കുന്നു എന്നുള്ള, കടക്കാരെന്നുള്ള ബോധ്യത്തിൽ ആ കടം വീട്ടുവാനായിട്ട് നമ്മൾ ആവോളൂ നമുക്ക് ഈ സുവിശേഷത്തിന്റെ സാക്ഷികളാകാം. കർത്താവ് അതിനുവേണ്ടി എന്നെ കേൾക്കുന്ന നിങ്ങളെ എല്ലാവരെയും സഹായിക്കട്ടെ. കർത്താവിന്റെ നാമം മാത്രം മാറ്റപ്പെടട്ടെ. ആമേൻ.